ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക്. അപ്പം ഇന്നത്തെ ഒരു വ്ളോഗാട്ടോ. അപ്പോൾ ഓൾറെഡി എൻ്റെ 2 ഷിഫ്റ്റിംഗ് വ്ളോഗ് കണ്ടിട്ടുണ്ടാവും. ഫുള്ള് ഡാർക്ക് സർക്കിൾ അടിച്ച് ഫുള്ള് സ്കിന്നൊക്കെ ഫുള്ള് പോയി കിടക്കുകയാണേ. എൻ്റെ 2 ഷിഫ്റ്റിംഗ് വ്ളോഗ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ഒന്നും കൂടെ ഷിഫ്റ്റ് ചെയ്യാൻ പോവാണ്. ഇപ്പം ഞാനുള്ളത് പുതിയ വീട്ടിലാണ്, കഴക്കൂട്ടത്തുള്ളത്. ഇന്നപ്പോൾ നമുക്ക് ശ്രീകാര്യത്ത് നമ്മൾ നേരത്തെ കൊണ്ടുവച്ച സാധനങ്ങളില്ല, അത് ഫുള്ള് എടുത്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരണം കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ 31st ആണ്. ഇന്നിപ്പോൾ ഞാൻ ഓഫീസിൽ നിന്ന് ലീവ് എടുത്തു ഷിഫ്റ്റ് ചെയ്യാനുള്ളത് കാരണം. ഓക്കെ, യാ. അപ്പോൾ അങ്ങനെ എൻ്റെ മുഖം ഫുള്ള് വൃത്തികേടായിരിക്കുകയാണ്. നോക്ക് ഡാർക്ക് സർക്കിൾ. ഞാൻ ഇന്നലെയാണ് ഞാൻ നാട്ടിൽ നിന്ന് എത്തിയത്. അപ്പോൾ എനിക്ക് ട്രെയിനിൽ കിടന്ന മാതിരിയൊക്കെ ഉറങ്ങാനൊന്നും പറ്റിയില്ല ഇന്നലെ. അപ്പോൾ ഞാനപ്പോൾ ഇന്നലെ ഓഫീസിൽ നിന്ന് വന്നപ്പോൾ കിടന്നുറങ്ങിയിട്ട് പിന്നെ ഇന്ന് 10 മണിക്ക് എഴുന്നേറ്റ് പിന്നെ വീണ്ടും കിടന്നുറങ്ങി. ഓണത്തിൻ്റെ വീഡിയോസ് എടുക്കേണ്ടത് കാരണം ഞാൻ ഈ മാസം, അതായത് ജൂലൈയിൽ എല്ലാ ദിവസവും ഞാൻ വീട്ടിൽ പോയിട്ട് എല്ലാ ദിവസം മീൻസ് ഞാൻ ഇവിടെ ആകെ ഒരു ദിവസമാകും 2 ദിവസമേ സ്റ്റേ ചെയ്തിട്ടുള്ളൂ കേട്ടോ. 2 ദിവസമേ സ്റ്റേ ചെയ്യുള്ളൂ. കാരണം ബുധനാഴ്ച രാവിലെ എത്തിയിട്ട് വ്യാഴാഴ്ച വൈകിട്ട് ഞാൻ തിരിക്കും ഇവിടെ. വേഗം ഫുഡ് കഴിച്ചിട്ട് ഞാൻ റെഡി ആയിട്ട് ഇറങ്ങി കേട്ടോ. അപ്പോൾ ഒരു 3 ട്രിപ്പെങ്കിലും വരേണ്ടി വരും എന്നാണ് എൻ്റെ ഒരു പ്രാഥമിക നിഗമനം. കാരണം അത്രയധികം സാധനങ്ങൾ ഉണ്ടല്ലോ. നിങ്ങൾ ഓൾറെഡി മറ്റേ വ്ളോഗിൽ കണ്ടിട്ടുണ്ടാവും എന്തുപോലെ സാധനങ്ങൾ ഉണ്ടായിരുന്നു എന്ന് നമുക്ക്. അപ്പോൾ ഞാനിപ്പോൾ കഴക്കൂട്ടത്ത് നിന്ന് ബസ് പിടിച്ച് ശ്രീകാര്യം പോയിട്ട് തിരിച്ച് ഓട്ടോയിൽ വരാം. അങ്ങനെയാണല്ലോ, അങ്ങനെയാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ ട്രിപ്പ് ഞാൻ കൊണ്ടുവന്നു, അത് ഞാൻ വീഡിയോ കൊടുത്തില്ല കേട്ടോ. ഇപ്പോൾ ഇത് സെക്കൻഡ് ട്രിപ്പിലേക്കുള്ളതാണ്. ബെഡ്ഷീറ്റ് അല്ല, എൻ്റെ ബെഡും ഇത് ഞാൻ പോണ്ടിച്ചേരിയിൽ പഠിക്കാൻ പോയപ്പോൾ മേടിച്ച ബെഡാട്ടോ. ഇതുവരെ ഞാൻ കളഞ്ഞിട്ടില്ല, എനിക്ക് കളയാനും തോന്നുന്നില്ല കേട്ടോ. അവിടെ നിന്ന് മേടിച്ച തലോണയും ബക്കറ്റുമാണ് ഞാൻ ഇപ്പോഴും യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇതിപ്പോൾ 2ാമത്തെ ട്രിപ്പാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആദ്യം വന്ന ചേട്ടനും കുഴപ്പമില്ലായിരുന്നു, 2ാമത് വന്ന ചേട്ടനും വലിയ കുഴപ്പമില്ലായിരുന്നു കേട്ടോ. ഞാനപ്പോൾ അത്യാവശ്യ സാധനങ്ങൾ ഈ സെക്കൻഡ് ട്രിപ്പിൽ കയറ്റി കേട്ടോ. അതാകുമ്പോൾ ഇനി അടുത്ത് വരുന്ന ആളെങ്ങനെയാണെന്ന് നമുക്കറിയില്ലല്ലോ. അങ്ങനെ ഞാൻ കൊണ്ടുവന്ന് വെച്ച് അതൊന്നും ഞാൻ എടുത്തില്ല കേട്ടോ. ഞാൻ ട്രൈപ്പോഡും അവിടെയാണ് ഇരിക്കുന്നത്. സാധനങ്ങൾ വെച്ചപ്പോഴേക്കും ക്ഷീണിച്ചു കേട്ടോ, ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ ട്രെയിൻ പോകുക. ഞാൻ പോയപ്പോൾ ട്രെയിനൊക്കെ പോകുന്നു. പിന്നെ വീണ്ടും ഞാൻ ബസ് പിടിച്ചു, വീണ്ടും ഞാൻ ശ്രീകാര്യത്ത് വന്നു. തലയൊക്കെ ഉണ്ടല്ലോ വെട്ടിപ്പൊളിയായിരുന്നു. ഭയങ്കരമായിട്ട് ഞാൻ ടയേർഡായി പോയിട്ടോ. ഒറ്റയ്ക്ക് ഇത്രയും സാധനങ്ങൾ പൊക്കുക ഇറക്കുക. ഓട്ടോക്കാരങ്ങനെ അത്ര ഹെൽപ്ഫുള്ളൊന്നും ആയിരുന്നില്ല. ഈവൻ അവർ നല്ല ആൾക്കാരായിരുന്നെങ്കിലും ഇങ്ങനെ ഇറക്കൊന്നും വെച്ചില്ല. ഞാനപ്പോൾ ശ്രീകാര്യത്ത് എത്തിയപ്പോൾ ഒരു സോഡ ലൈം കുടിച്ചു. പിന്നെ കടയിൽ കയറി കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു കേട്ടോ. ഇനിയിപ്പോൾ മേടിക്കാനൊന്നും പറ്റില്ലല്ലോ. ലാസ്റ്റ് ട്രിപ്പ് വന്ന ആൾ ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ. എന്നോട് കറി വെക്കുന്ന കാര്യങ്ങൾ അങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ കഴക്കൂട്ട് എത്തുന്നത് വരെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അയാൾ. അല്ല, ഇവിടെ കല്യാണ മണ്ഡപത്തിൽ കിട്ടൂല. അതെ, അതാണ് കല്യാണ മണ്ഡപത്തിൽ കിട്ടൂല. ആദ്യം വിളമ്പി വരുന്നേരും. പിന്നെ അല്ലാത്ത ബാക്കിയെല്ലാം വരും. കല്യാണ മണ്ഡപത്തിൽ കൂട്ടുകറികളൊക്കെ ഒറ്റ ട്രിപ്പ് വെക്കുന്നത്. നമ്മുടെ ഇടയ്ക്ക് 2ാമത് ചോദിച്ചാൽ അവർ തരും. നമുക്കപ്പോൾ അത് ശീലമായി കഴിച്ച് കഴിച്ചപ്പോൾ ഇവിടെ വന്നപ്പോൾ പെട്ടെന്ന് തന്നെ. ഈവനിങ് ആയപ്പോൾ ഞാൻ ബാഡ്മിൻ്റൺ കളിക്കാൻ പോയിട്ടോ. ഞാൻ പോകണ്ടെന്ന് വെച്ചിരിക്കായിരുന്നു. പിന്നെ ഞാൻ വെറുതെ മാപ്പിൽ ലൊക്കേഷൻ നോക്കിയപ്പോൾ എൻ്റെ വീടിൻ്റെ 560 മീറ്റർ കണ്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ വിളിച്ച് എന്തായാലും പോവാമെന്ന്. അപ്പോൾ ഗൂഗിൾ ചേട്ടൻ എന്നെ പിക്ക് ചെയ്യാൻ വന്നു. അങ്ങനെ ഞാൻ അവിടെ പോയി. എനിക്ക് കളിക്കാമെന്ന് അറിഞ്ഞൂടാ കേട്ടോ. എനിക്ക് അവിടെ ഉള്ളവരെല്ലാവരും കൂടി എനിക്ക് പഠിപ്പിച്ചൊക്കെ തന്നു. ഞാനങ്ങനെ കുറച്ചൊക്കെ കളിച്ചു കേട്ടോ. അങ്ങനെ ഭയങ്കര പെർഫെക്റ്റ് ഒന്നും ആയിട്ടില്ല, കാരണം പഠിച്ചു വരുന്നല്ലേ ഉള്ളൂ. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കൊക്കോട്രിയിൽ വന്നു കേട്ടോ. ഞാൻ ഗൂഗിൾ ചേട്ടനും കൂടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ചെറുതായിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് വെച്ചിട്ട് ഞാൻ ഒരു 6-7 മാസത്തോളം കഴക്കൂട്ടത്തുണ്ടായിരുന്നു. സ്ഥിരം കോക്കോട്രിയിൽ വരുമായിരുന്നു കേട്ടോ. ഇന്നേ വരെ ഞാൻ കണ്ണൂർ കോക്ടെയിൽ ട്രൈ ചെയ്തിട്ടില്ല. അപ്പോൾ ഇന്ന് എന്തോ ഭയങ്കരമായിട്ട് ട്രൈ ചെയ്യാനായിട്ടൊരു ആഗ്രഹം. അങ്ങനെ ഞാനത് കുടിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇത്രയും നാൾ ഞാനത് ടേസ്റ്റ് ഉണ്ടാവില്ല എന്ന് വെച്ചിട്ട് കുടിക്കാണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അത് കഴിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇനി ഇടയ്ക്കിടയ്ക്ക് പോയി കഴിക്കണം. പിന്നെ മോമോസ് കഴിച്ചു. ഗൂഗിൾ ചേട്ടൻ മോമോസ് കഴിച്ചു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മോമോസ് തിന്നാനായിട്ട് ഭയങ്കര ആഗ്രഹം. അങ്ങനെ ഞാൻ മോമോസ് മേടിച്ചു. ആ റെഡ് ചട്നീൻ്റെ ഭയങ്കര സ്പൈസി ആയിരുന്നു കേട്ടോ. തൊണ്ടയൊക്കെ ഉണ്ടല്ലോ പോയ വഴി അറിയാം, അങ്ങനെയായിരുന്നു. പിന്നെ ഞാൻ മയനൈസ് കൂട്ടി കഴിച്ചു കേട്ടോ. നല്ല മോമോസ് ആയിരുന്നു കേട്ടോ. സ്റ്റീംഡ് മോമോസാണ് എനിക്ക് കൂടുതലിഷ്ടം. അതൊക്കെ കഴിച്ചിട്ട് ഞാൻ വീട്ടിൽ പോയിട്ട് കിടന്നുറങ്ങി കേട്ടോ. പിന്നെ ഞാൻ അങ്ങനെ വ്ളോഗൊന്നും എടുത്തില്ല. പിന്നെ ഞാൻ വ്ളോഗ് എടുത്തത് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് കേട്ടോ. ഞാനപ്പോൾ വർക്കിന് കയറുന്നതിന് മുന്നേ കുറച്ചൊന്ന് സെറ്റപ്പ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. ഞാനപ്പോൾ ഒരു റാക്ക് മേടിച്ചിരുന്നു കേട്ടോ ശ്രീകാര്യത്തുനിന്ന്. അതാദ്യം ഫിക്സ് ചെയ്യണം, എന്നിട്ട് വേണം അത് നമ്മുടെ അടുക്കള. ഇപ്പോഴത്തെ അടുക്കള കുറച്ച് ചെറുതാണ്. അപ്പോൾ എനിക്ക് കുറേ സാധനങ്ങളുണ്ട് അടുക്കളയിലേക്കുള്ളതും. അപ്പോൾ ഇതാവുമ്പോൾ ഇതിലെല്ലാം ഓർഗനൈസ് ചെയ്ത് കറക്റ്റായിട്ട് വെക്കാമല്ലോ. അങ്ങനെ അത് ഞാൻ കിച്ചണിലൊരു സ്പേസ് കണ്ടെത്തി എൻ്റെ സാധനങ്ങളൊക്കെ കൊണ്ട് വെച്ചു കേട്ടോ. എൻ്റെ കയ്യിൽ അത്യാവശ്യം സാധനങ്ങളുണ്ട്. അതൊക്കെ എങ്ങനെയാണ്ടൊക്കെ ഞാൻ ഫിറ്റ് ചെയ്തു. കുറേയൊക്കെ ഞാൻ
വേറെ സ്ഥലത്തൊക്കെ കൊണ്ടുവച്ചു കേട്ടോ. പിന്നെ ഇത് ശ്രീകാര്യത്തെ വീട്ടിൽ ഭയങ്കര ഉറുമ്പിൻ്റെ ശല്യമായിരുന്നു കേട്ടോ. അവിടെ നോക്ക് ഇത്രയും ഉറുമ്പ് എൻ്റെ വെളിച്ചെണ്ണയിൽ കയറി. ഞാൻ അത്രയും ടേപ്പ് ചെയ്ത് വെച്ച് പോയിട്ടും അത്ര ഉറുമ്പ് അതിൽ കയറി. നിങ്ങൾ നോക്കി എന്തോ ഒരു ഉറുമ്പ്, ഈ ലോകത്തുള്ള എല്ലാ ഉറുമ്പ് അതിൽ വന്ന് കയറിയെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഈ മാസം മീൻസ് ജൂലൈയിൽ ഞാൻ എൻ്റെ പ്ലേറ്റ് കഴിച്ചിട്ടേ ഇല്ല. പ്ലേറ്റ് ഫുള്ള് പാക്ക് ചെയ്തിരിക്കില്ലായിരുന്നു. ഇവിടെ നിന്നിട്ടുമില്ലല്ലോ അധികം ദിവസം. എന്നാൽ ഈ വയ്യ കുക്ക് ചെയ്യാനായിട്ട്, മൂടില്ല. ഭയങ്കര എന്തോ ഒരു സങ്കടം. സോ ഐ തോട്ട് ഓർഡർ ചെയ്യാം. വേറെ വരുന്നില്ലല്ലോ, വിശന്നിട്ട് പാടില്ല. അപ്പം തയ്യാറായിട്ട് ഇന്ന് പോകുമ്പോൾ ഓർഡർ ചെയ്തു. നമുക്ക് അത് കഴിക്കാൻ വർക്ക് കുക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഇങ്ങനെ ഇരുന്നാൽ ശരിയാവില്ല. കുറച്ച് സാധനങ്ങൾ മാത്രം ബാക്കി വെച്ചോളൂ ഞാൻ രാവിലെ. പിന്നെയാണ് കിടന്നിട്ട് കാണിച്ചു. നാളെ നമ്മൾ ട്രിപ്പ് പോവുകയാണ് ഓഫീസിൽ നിന്ന്. തേന്മല, കന്മലയോ തേന്മലയോ. ഇതിലിപ്പോൾ എന്തോ പെപ്പർ ചിക്കൻ എന്തോ സംഭവമാണ്. എനിക്ക് എരിവ് ഇഷ്ടമല്ല, പക്ഷെ എനിക്ക് എരിവ് തിന്നാൻ തോന്നുന്നു. പെപ്പർ ചിക്കനും ഖുബൂസും ഉണ്ട് കേട്ടോ. ഖുബൂസ് ഇത് സാലഡാന്ന് തോന്നുന്നു. ദെൻ മയനൈസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഫുഡൊക്കെ കഴിക്കട്ടെ, എന്നിട്ട് ഞാൻ പോയി വർക്ക് ചെയ്യട്ടെ. ഇനി ഞാൻ ബ്ലോഗ് എടുക്കുമെന്ന് എനിക്കറിയില്ല. നല്ല എരിവുണ്ട്. എരിവ് ഇങ്ങനെ വെച്ചപ്പോഴേക്കും